പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അനാവശ്യ പകവെച്ച് പുലർത്തിയിരുന്ന രാജ്യത്തെ മാധ്യമങ്ങളിൽ ആ പക ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ്. ഇനിയും നേരം വെളുത്തിട്ടില്ലാത്തവരാണവർ. വാളയാറിനപ്പുറത്ത് ഇന്ത്യയെപ്പറ്റി യാതൊന്നും അറിയാത്ത, യാതൊന്നും അറിയാൻ താല്പര്യമില്ലാത്ത ഇക്കൂട്ടരോടെ സഹതപിക്കുക മാത്രമേ വഴിയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞ 2 മാസവും മലയാള മാധ്യമ ലോകം അവരുടെ സ്വതസിദ്ധമായ മോദി വിരോധം മലയാളിക്ക് മേൽ ആവശ്യത്തിലധികം ചൊരിഞ്ഞു കഴിഞ്ഞു. ശരിയാണോ എന്ന് രണ്ടാമതൊന്നും നോക്കുക പോലും ചെയ്യാതെ പ്രസിദ്ധീകരിച്ച, സംപ്രേഷണം ചെയ്ത മോദി വിരുദ്ധ വാർത്തകളാൽ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ. അതിന്റെ അവസാനത്തേതാണ് മോദിയുടെ ഗാന്ധി പരാമർശം സംബന്ധിച്ച് മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ട വാർത്തകളും മുഖപ്രസംഗങ്ങളും. മാധ്യമ പ്രവർത്തകരുടെ അന്ധമായ രാഷ്ട്രീയ വിരോധവും സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളുമെല്ലാം കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന മോദി വിരോധത്തിന്റെ കാരണങ്ങളാലാണ്. പത്രത്തിൽ എഴുതി നാറ്റിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അവരുടെ പഴയ രീതികൾ ഇപ്പോഴും കൈമോശം വരാതെ സൂക്ഷിക്കുന്ന അപൂർവ ജന്മങ്ങൾ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും പ്രവർത്തിച്ച് 22 വർഷവും മോദിക്ക് കല്ലും മുള്ളും നിറഞ്ഞ പാതയൊരുക്കിയ നിഷ്പക്ഷമില്ലായ്മയിൽ കുപ്രസിദ്ധരായ രാജ്യത്തെ മാധ്യമങ്ങളെ എക്കാലവും അവഗണിച്ചും കയ്യകലത്തിൽ നിർത്തിയുമാണ് അദ്ദേഹം മുന്നോട്ടു പോയത്. ഇനിയുള്ള കാലവും മോദി അങ്ങനെ തന്നെ പ്രവർത്തിക്കും. രാജ്യത്തെ 140 കോടി ജനങ്ങളോട് സംവദിക്കാൻ തനിക്ക് മാധ്യമങ്ങളുടെ സഹായം അത്രയ്ക്ക് ആവശ്യമില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും പൊതുപരിപാടികളിലൂടെയും നടത്തുന്ന സജീവമായ ഇടപെടലുകളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 206 റാലികളും റോഡ് ഷോകളും നടത്തി ജനങ്ങൾക്കിടയിലാണ് മോദി. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കള്ളങ്ങൾക്കപ്പുറം ജനങ്ങൾക്ക് മോദിയെ ഇന്ന് നന്നായി അറിയാം. പ്രധാനമന്ത്രിയായി മോദിയെ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും കോടിക്കണക്കിന് ആൾക്കാരുണ്ടെന്ന തിരിച്ചറിവിലാണ് ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തോടുള്ള അവഗണന ഉപേക്ഷിച്ചത്. മോദിയെ കാണിച്ചു വായനക്കാരെ വർദ്ധിപ്പിച്ചും പ്രേക്ഷകരുടെ എണ്ണം ഉയർത്തിയും ദേശീയ മാധ്യമങ്ങൾ മോദിക്ക് പിന്നാലെ കൂടി. അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ തത്സമയം സംപ്രേഷണം ചെയ്തും അദ്ദേഹത്തിന്റെ റാലികളും റോഡ് ഷോകളും കൂടുതൽ സമയം കാണിച്ചും മാധ്യമങ്ങളും റേറ്റിംഗ് ഉയർത്തി. കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ വിശ്വസിക്കും പോലെ മോദിയോ BJPയോ വിലക്കെടുത്തല്ല ദേശീയ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം. കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സർക്കാർ പരസ്യങ്ങൾ വാരിക്കോരി കൊടുത്ത് മാധ്യമങ്ങളെ സ്വാധീനിക്കുന്ന പഴയ കോൺഗ്രസ് രീതിയും BJPക്കും കേന്ദ്ര സർക്കാരിനുമില്ല. മോദിക്ക് മാധ്യമങ്ങളെയല്ല, മാധ്യമങ്ങൾക്ക് മോദിയെയാണ് ആവശ്യം എന്നതിലേക്ക് രാജ്യത്തെ സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞു. മലയാള മാധ്യമ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷത്തിനും ഹിന്ദി അറിയില്ല എന്നത് വസ്തുതയാണ്. അറിയില്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കുക എന്നതാണ് സ്വീകരിക്കാവുന്ന മാതൃക. എന്നാൽ അറ്റവും മുറിയും മനസ്സിലാക്കി വികലമായി വാർത്തകൾ സൃഷ്ടിക്കുക എന്നതാണ് ഇപ്പോൾ അവർ ചെയ്യുന്ന തെറ്റ്. വിദേശത്ത് ഒളിപ്പിച്ചു വെച്ച കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് രാജ്യത്തെ എല്ലാവർക്കും 15 ലക്ഷം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് നൽകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചതായി പ്രചരിപ്പിച്ചിരുന്നവർ തെറ്റ് തിരിച്ചറിഞ്ഞ് പതിയെ തിരുത്തി തുടങ്ങിയത് 10 വർഷങ്ങൾക്കിപ്പുറമാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്തതിലെ സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ അവരെടുത്ത സമയം 10 വർഷം. ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ പറ്റി കേൾക്കുന്നത് എന്ന് മോദി പറഞ്ഞു എന്നാണ് മറ്റൊരു പ്രചാരണം. മോദിയുടെ വാക്കുകൾ മനസ്സിലാക്കാനുള്ള വിവരമില്ലായ്മ മാത്രമല്ല പ്രശ്നം. ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ മോദിയെ അപമാനിക്കുക, ജനങ്ങളിൽ മോദിയോടെ വിദ്വേഷം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. എന്താണ് മോദി പറഞ്ഞ മുഴുവൻ വാക്കുകളും എന്ന് നോക്കുക. പ്രധാനമന്ത്രിജി അങ്ങ് വികസനത്തെ പറ്റിയും പാരമ്പര്യത്തെ പറ്റിയും ഒരേപോലെയാണ് പ്രതിപാദിക്കുന്നത്. 500 വർഷത്തെ കാത്തിരിപ്പ് പൂർത്തിയായി കഴിഞ്ഞു. രാംലല്ല അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠ വരെയുള്ള ചടങ്ങുകളിൽ അങ്ങ് നേതൃത്വം വഹിച്ചു. എന്നാൽ പ്രതിപക്ഷം ഇതിൽ നിന്ന് അകന്നു നിന്നു. രാജ്യത്തിന്റെ സമൂഹം, സംസ്കാരം, പാരമ്പര്യം, മൂല്യങ്ങൾ എന്നിവയുമായി പ്രതിപക്ഷ പാർട്ടികളുടെ ധാരണയും ബന്ധവും വിലയിരുത്തുന്നതാവുമോ ഈ തെരഞ്ഞെടുപ്പ്? പ്രധാനമന്ത്രി നൽകിയ മറുപടി പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അതുമൂലം ഇവർ കടുത്ത ജാതി മത കുടുംബവാദികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്നത് അവരൊരിക്കലും അടിമത്ത മനോഭാവത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ എനിക്ക് മാറ്റേണ്ടി വന്നത്. അത് നേരത്തെ തന്നെ മാറ്റേണ്ടതായിരുന്നില്ലേ? ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. രാജ്യത്തെ പുണ്യക്ഷേത്രങ്ങളുടെ കാര്യം മാത്രമല്ല, നോക്കൂ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മഹാനായ വ്യക്തിത്വമായിരുന്നല്ലോ ഗാന്ധി.
അദ്ദേഹത്തെ പറ്റി ലോകത്തിന് മനസ്സിലാക്കി നൽകാൻ കഴിഞ്ഞ 75 വർഷം നമുക്ക് കഴിയുമായിരുന്നില്ലേ? ആർക്കും അദ്ദേഹത്തെ പറ്റി അറിയില്ല. ഈ പറഞ്ഞതിന് എന്നോട് മാപ്പാക്കണം. ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ ശേഷം ലോകത്തൊരാകാംക്ഷയുണ്ടായി, ആരാണ് ഇദ്ദേഹം എന്നത് സംബന്ധിച്ച്. നമ്മൾ ഗാന്ധിജിയെ പറ്റി ലോകത്തോടൊന്നും പറഞ്ഞില്ല. ഈ രാജ്യത്തിന്റെ കടമയായിരുന്നു ഗാന്ധിയെ പറ്റി പറയുക എന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകമറിഞ്ഞിരുന്നു. ഗാന്ധിജി അവരെക്കാൾ ഒട്ടും കുറഞ്ഞ ആളായിരുന്നില്ല. ലോകരാജ്യങ്ങൾ സന്ദർശിച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്.